ശിവന്റെ സ്വന്തം കേദാർനാഥ്. ഭക്തിയുടെ തീക്ഷ്ണതയും അതുപോലെ തന്നെ ദൈവീകതയുടെ കുളിർമയും ഒരുപോലെ നമ്മളിലേക്ക് എത്തുന്ന ഒരു മനോഹര ക്ഷേത്രം. മഞ്ഞുമലകൾക്കിടയിൽ ദൈവികതയുടെ മറ്റൊരു മുഖമായിട്ട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു തീർത്ഥാടന ക്ഷേത്രമാണ് കേദാർനാഥ ക്ഷേത്രം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടു, ചില മുഖങ്ങൾ കണ്ടു. ഇനി കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ മറ്റു കുറച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രമുഖ പ്രത്യേകതയാണ് 6 മാസമായിരിക്കും ഈ ക്ഷേത്രത്തിൽ നമുക്ക് ദർശനത്തിനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. അത് കഴിഞ്ഞുള്ള 6 മാസം ഈ ക്ഷേത്രം അടച്ചിരിക്കും. മഞ്ഞുവീഴ്ചയുടെ സമയത്ത് മൂടിക്കിടക്കുന്ന ക്ഷേത്രത്തിൽ ദേവതകളാണ് ശിവനെ ആരാധിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് കാണുന്ന ഈ മഹാശിലയെപ്പറ്റി നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും അറിയാമായിരിക്കും. വളരെയധികം പ്രാധാന്യമുള്ള ഒരു മഹാശിലയാണിത്. ഇതിനെ ഭീംശില എന്നാണ് വിളിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് കഴിഞ്ഞ പ്രളയകാലം കേദാർനാഥിനെ എത്രത്തോളം ബാധിച്ചു എന്നുള്ളത്. അത്രയും നാശം വിധിച്ച ഒരു പ്രളയത്തിൽ നിന്നും കേദാർനാഥ് ക്ഷേത്രത്തെ രക്ഷിച്ചതാണ് ഈ മഹാശില. പ്രളയത്തിൻ്റെ ഇടയ്ക്ക് ഒഴുകി വരികയും ക്ഷേത്രത്തിൻ്റെ സുരക്ഷ എന്നപ്പോൾ ഇതിവിടെ സ്ഥാപിതമാവുകയും ചെയ്യുകയാണ് ചെയ്തത്. ഈ ശിലയെ ഭീംശില എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭീമന്റെ ശക്തിയുടെ പ്രതീകമായി ശിവൻ ക്ഷേത്രത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി അയച്ചതുപോലെയാണ് ഈ മഹാശില ഇവിടെ വന്നു പതിച്ചത്. അതുകൊണ്ട് തന്നെ ഭീംശില എന്ന പേരിൽ ഈ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ഈ കല്ലിനെ ആളുകൾ ആരാധിച്ചു പോരുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ, ഭക്തിയുടെ മുന്നിൽ, യഥാർത്ഥ ദൈവത്തിന്റെ കരുണയുടെ മുന്നിൽ പ്രകൃതി പോലും അറച്ചു നിൽക്കുമെന്ന്? ഈ കാണുന്ന മഹാശില അതിനൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഈ ശിലയുടെ മുന്നിൽ നിന്ന് കേദാർനാഥ് ക്ഷേത്രത്തെ സന്ദർശിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കും. കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് ഈ മഹാശിലയും അതിനു പിന്നിലുള്ള ഈ കഥകളും. കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ തൊട്ടുപിറകിലായിട്ട് കാണുന്ന മറ്റൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ശ്രീ ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തത്തിനെ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചത് ഇദ്ദേഹമാണ്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഖ്യാതി മറ്റൊരു കാര്യം കൊണ്ടുകൂടി കേദാർനാഥിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. കടുത്ത ഹിമപാതത്തിൽ മറഞ്ഞുപോയ കേദാർനാഥ് ക്ഷേത്രത്തെ കണ്ടുപിടിക്കുകയും ശിവലിംഗത്തിന്റെ പുനഃപ്രതിഷ്ഠ ചെയ്ത് കേദാർനാഥ് ക്ഷേത്രത്തിനെ പിന്നീട് നമ്മളിലേക്ക് എത്തിച്ചതും ശങ്കരാചാര്യരാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷ്ഠ കൂടി നമ്മൾക്ക് കാണാൻ സാധിക്കും. തൻ്റെ നീണ്ട തീർത്ഥാടന യാത്രയിൽ നിന്നും ഏകദേശം 32ാമത്തെ വയസ്സിൽ ഈ കാണുന്ന കേദാർനാഥിൽ ഈ ശിലയുടെ അടുത്തു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹാസമാധി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേദാർനാഥിൻ്റെ സന്ദർഭത്തിൽ ആദി ശങ്കരാചാര്യന് മഹത്തായ പങ്കുണ്ട്. ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൈരവ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ്. ഭൈരവ ക്ഷേത്രത്തിൻ്റെ കഥയൊക്കെ ഞാൻ വഴിയേ പറയാം. പോകുന്ന വഴിയിൽ നമുക്ക് വളരെ മനോഹരിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മന്ദാകിനി നദിയെ കാണാൻ സാധിക്കും. കേദാർനാഥ് ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ ഭൈരവ ക്ഷേത്രം കൂടി സന്ദർശിച്ചു മടങ്ങിയാൽ മാത്രമേ ഈ യാത്ര പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങോട്ടേക്കുള്ള കയറ്റം അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. പക്ഷേ മഞ്ഞുമലകൾ പുതച്ചിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് വളരെയധികം പതുക്കെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്.
ഈ ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ തന്നെ വളരെയധികം ദൈവികമായ ഒരു അനുഭൂതി നമ്മളിൽ പടരും. ഭൈരവ ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കേദാർനാഥിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കേദാർനാഥ് ക്ഷേത്രം സന്ദർശിക്കുന്നവർ ഒരു മണിക്കൂറെങ്കിലും എടുത്ത് ഈ ക്ഷേത്ര സന്നിധിയിലൂടെ എത്തുന്നത് വളരെ ഉചിതമായിരിക്കും. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള കഥയിലേക്ക് കടക്കാം. മഞ്ഞുമൂടി മറയുന്ന നീണ്ട 6 മാസക്കാലം കേദാർനാഥിനെ സംരക്ഷിക്കുന്ന ശിവന്റെ ഉഗ്രരൂപമാണ് ഭൈരവൻ. കേദാർനാഥ് സന്ദർശിക്കേണ്ടവർ ഉറപ്പായും സന്ദർശിച്ചിരിക്കേണ്ട മറ്റൊരു ക്ഷേത്രമാണിത്. കേദാർനാഥിൽ നിന്നും ഏകദേശം 500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൈരവ ക്ഷേത്രം, അതിൻ്റെ കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ശിവഭഗവാൻ തൻ്റെ ധ്യാന സമയത്ത് മഞ്ഞിൽ നിന്നും ചുഴലിയിൽ നിന്നുമൊക്കെ ക്ഷേത്രത്തെയും ഭക്തരെയും സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ ഉഗ്രരൂപമായ ഭൈരവനെ നിയോഗിച്ചു എന്നാണ് വിശ്വാസം. ശിവൻ തൻ്റെ ശാന്തരൂപത്തിൽ ഭക്തർക്ക് മോക്ഷം നൽകുന്നവനും എന്നാൽ തൻ്റെ ഭൈരവ രൂപത്തിൽ അനർത്ഥം, അശുദ്ധി, അഹങ്കാരം, ദുരാശ എന്നിവയോട് ഉഗ്രപ്രതിരോധം കാട്ടുന്നവനുമായി കണക്കാക്കപ്പെടുന്നു. കേദാർനാഥ് യാത്ര ശിവന്റെ ഈ ഉഗ്രരൂപത്തെയും സന്ദർശിക്കാതെ പൂർണ്ണമാവില്ല എന്നാണ് കരുതപ്പെടുന്നത്. ഈ ക്ഷേത്ര സന്നിധിയിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കും. ഏതൊരു വ്യക്തിയുടെയും മനസ്സിനെ കുളിർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഭൈരവ ക്ഷേത്രത്തിന്റെ തൊട്ടുമുകളിൽ കയറിക്കഴിഞ്ഞാൽ പൂർണ്ണമായി കേദാർനാഥിനെ കാണാൻ കഴിയുന്ന ഈ കാഴ്ച. എടുത്തു പറയേണ്ട മറ്റൊരു കാഴ്ചയാണ് ഇതിന്റെ മുകളിൽ നിന്നും നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന സൂര്യാസ്തമയം. സൂര്യന്റെ അവസാന കിരണങ്ങൾ മലമുകളിൽ പതിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് വളരെ അപൂർവമായ കാഴ്ചയായിരിക്കും നിങ്ങൾക്ക്. സൂര്യാസ്തമയം കണ്ടതിന് ശേഷം പതിയെ 4 ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളതും മനം കുളിർപ്പിക്കുന്നതുമായിട്ടുള്ള കേദാർനാഥിന്റെ ഭംഗിയും മഞ്ഞു പുതച്ച് നടക്കുന്ന മലനിരകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നുള്ള കാഴ്ച അത്യന്തം മനോഹരമാണ്. അങ്ങനെ ഭൈരവ ക്ഷേത്രവും നല്ലൊരു സൂര്യാസ്തമയവും മഞ്ഞു പുതച്ച മലനിരകളും ഒക്കെ കണ്ട് രാത്രി അടുക്കുന്നതിനു മുന്നേ ഞാൻ താഴേക്ക് യാത്ര തിരിച്ചു. കേദാർനാഥിന്റെ ഭംഗി ഏറ്റവും മനോഹരമായി കാണാൻ സാധിക്കുന്നത് ഭൈരവ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നാണെന്ന് എനിക്കൊരു സംശയവുമില്ല. അത്രത്തോളം മനോഹരമായിരുന്നു ഈ കാഴ്ചകളൊക്കെയും. തിരിച്ചു മടങ്ങുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടെ കേദാർനാഥ് ദർശിക്കാൻ വേണ്ടി ഞാൻ അടുത്ത ദിവസം രാവിലെ ക്ഷേത്രനടയിലേക്ക് പോയിരുന്നു. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു സൂര്യോദയ സമയത്ത് കാണാൻ സാധിച്ചിരുന്നത്. മഞ്ഞു പുതച്ച മലനിരകളിലേക്ക് സൂര്യന്റെ ആദ്യ കിരണം ചെന്ന് പതിക്കുകയും അതിൻ്റെ മുന്നിലായി ക്ഷേത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതും കാണാൻ സാധിക്കുക എന്നുള്ളത് വളരെ മനോഹരമായൊരു അനുഭവമായിരുന്നു. അങ്ങനെ കേദാർനാഥ് ക്ഷേത്രത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം സന്ദർശിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലും ഇത്രയും മനോഹരമായ രീതിയിൽ ക്ഷേത്രം കാണാൻ സാധിച്ചതിൻ്റെ ആനന്ദത്തിലുമൊക്കെ ഞാൻ തിരിച്ച് യാത്ര പറയുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിതേ കേദാർധാമിന്ന് താഴേക്ക് ഇറങ്ങാണ്. പോകാൻ മനസ്സ് വരുന്നൊന്നുമില്ല, പക്ഷേ വി നീഡ് ടു ഗോ. കാര്യം ഒരു യാത്ര കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേറൊരു യാത്ര, അടുത്തൊരു യാത്രയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ള അറിയാം. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ബാക്കിൽ ഗോൾഡൻ റേസൊക്കെ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അടുത്തൊരു യാത്രയുടെ വിശേഷങ്ങളിലൊക്കെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അങ്ങനെ ഒരുപാട് നല്ല കുറച്ച് ഓർമ്മകളും വളരെയധികം മനസ്സിൽ കുളിർക്കുന്ന കുറച്ച് അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ഈ യാത്ര അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.